നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പരാതിയിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. നെയ്യാറ്റിൻകര കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. രാഹുലിനെതിരെ ഗുരുതര പരാമർശങ്ങളടങ്ങിയ FIR-ന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. 2025 മാർച്ച് 17 യുവതിയെ ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യങ്ങൾ പകർത്തിയതായി FIR-ൽ പറയുന്നു. 2025 ഏപ്രിൽ 22 തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും മെയ് അവസാന വാരം പാലക്കാടുള്ള MLA-യുടെ ഫ്ളാറ്റിലും വെച്ച് പീഡിപ്പിച്ചു. 2025 മെയ് 30 ഗർഭചിത്രത്തിന് വേണ്ട ഗുളികകൾ കൈമനത്ത് വെച്ച് കൈമാറി. MLA-യുമായുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും FIR-ൽ പറയുന്നുണ്ട്. അതേസമയം യുവതി പരാതി നൽകിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. രാഹുലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനിടെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കവും രാഹുൽ തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് FIR-ലുള്ളത്. അതായത് അതിക്രൂരമായ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കിയതായി പറയുന്നു. വിവിധയിടങ്ങളിൽ വെച്ച് പെൺകുട്ടിയുടെ ഫ്ളാറ്റിലും MLA-യുടെ പാലക്കാട്ടെ ഫ്ളാറ്റിലും വെച്ച് പീഡിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ. ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്താണ്? ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനുള്ള നീക്കം എങ്ങനെയാണ്? ഇയാൾ ഒളിവിലെന്ന് പറയുന്നുണ്ട്. സംസ്ഥാനം വിടാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഇന്നലെ തിരുവനന്തപുരം റൂറൽ SP-യുടെ നേതൃത്വത്തിലാണ് ഇന്നലെ രാത്രി ഏതാണ്ട് 7 മണിക്ക് ശേഷം ഈ മൊഴിയെടുക്കുന്ന നടപടികൾ ആരംഭിച്ചത്. 4 മണിക്കൂറിലേറെ നീണ്ട് വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ആ മൊഴികളിലാണ് ആദ്യം ഈ ഗുരുതരമായ പരാമർശങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. അതിനുശേഷമാണ് ഇതിലെ FIR-ന്റെ വിശദാംശങ്ങൾ ഇന്ന് രാവിലെയോടെ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ നേമം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഈ കുറ്റകൃത്യത്തിൻ്റെ പ്ലേസ് ഓഫ് ഒക്കറൻസ് അത് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ടാണ് നേമത്ത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നേമം പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതിയിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ യുവതി 164 സ്റ്റേറ്റ്മെന്റ് അഥവാ രഹസ്യമൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ആവർത്തിച്ച മൊഴിയായി പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമൊഴിയായി കൂടി പറഞ്ഞാൽ അതിൻ്റെ നിയമസാധുത കൈവരും. പിന്നീട് വളരെ ഗൗരവതരമായ അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കേസിൻ്റെ തുടർഗതി എന്താകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പമുള്ളവർക്ക് പോലും ഒരു അടുപ്പമില്ല, കൃത്യമായൊരു അറിവില്ല. നമ്മൾ പലരെയും ഫോണിലും മറ്റും വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ എവിടെയാണെന്ന് അറിയില്ല എന്നൊരു മറുപടി മാത്രമാണ് അവരൊക്കെ നമുക്ക് നൽകുന്നത്. എന്തായാലും ഇതൊരു പീഡനമായിരുന്നില്ല, ഇതൊരു മ്യൂച്വൽ റിലേഷൻ ആയിരുന്നു. ആ റിലേഷനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ പിന്നീട് ബന്ധമുലഞ്ഞപ്പോൾ തനിക്കെതിരെ രാഷ്ട്രീയമായി ആയുധമാക്കി ഉപയോഗിക്കുകയാണ് എന്ന ഒരു നിലപാടിലാണ് രാഹുലിനെ അനുകൂലിക്കുന്നവരുമല്ല. യഥാർത്ഥത്തിൽ ഇതിലെ പീഡനം എന്ന കാര്യമല്ല, അതിലല്ല ഈ FIR-ലടക്കം കൃത്യമായ പരാമർശമുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഈ ചിത്രങ്ങൾ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ MLA-യുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം പുറത്ത് പറഞ്ഞാൽ അവരുടെ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങളാണ് FIR-ലുള്ളത്. അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ഗർഭചിത്രം നടത്താനായി നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തി. അതിനുവേണ്ടിയുള്ള മരുന്ന് അശാസ്ത്രീയമായ രീതിയിൽ 16 ആഴ്ച പ്രായമുള്ള ഈ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാനായി അശാസ്ത്രീയമായ രീതിയിൽ 2 മരുന്നുകൾ സുഹൃത്ത് മുഖേന കൊടുത്തയച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി ഉണ്ട്. അതോടുകൂടി നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രാകൃതമായ രീതിയിൽ ഈ ഗർഭചിത്രം നടത്താനുള്ള നീക്കത്തിന് ഈ യുവ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുനിന്നു എന്നൊരു വിലയിരുത്തൽ, അത്തരമൊരു നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരും എത്തുന്നത്. ആ ദിശയിലേക്ക് കൂടി അന്വേഷണം കടക്കും. ഇപ്പോൾ രാഹുലിൻ്റെ സുഹൃത്ത്, ഈ മരുന്ന് എത്തിച്ചു നൽകിയ സുഹൃത്തിനെ അടക്കം ഈ കേസിൽ പ്രതി ചേർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തുടരന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഈ സുഹൃത്തിൻ്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തും, ചോദ്യം ചെയ്യും. അതിനുശേഷം
ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ. എന്തായാലും രാഹുലിനെതിരെ തിടുക്കത്തിലൊരു നടപടി ഉണ്ടാകുമോ? അതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ഒരു കാര്യം. അത്തരത്തിൽ അതിന് കൃത്യമായൊരു ഉത്തരം ഉദ്യോഗസ്ഥരെ നൽകുന്നില്ല. കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നൽകുന്ന മറുപടി നടത്തുന്ന പരാമർശങ്ങളുടെയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ രാഹുലിനെതിരായ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി തീർച്ചയായും നമുക്കറിയാം ഈ ഒരു കേസിന്റെ പശ്ചാത്തലം. കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഇടത് സൈബർ സംഘങ്ങൾ ഒരു യുവ നേതാവ്, പ്രതിപക്ഷത്തെ ഒരു യുവ നേതാവിനെതിരെ ലൈംഗിക ആരോപണം ഉയരുന്നു എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ യുവ നേതാവെന്ന് വ്യക്തമാകുന്നു. രാഹുലിനോട് ഇതേക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ ഹൂ കെയേഴ്സ് എന്ന മറുപടി. പക്ഷേ അതിനുശേഷമാണ് ഒരു യുവ നടിയുടെ പ്രതികരണം, വെളിപ്പെടുത്തൽ വരുന്നത്. അതോടുകൂടി ഇയാൾ പ്രതിരോധത്തിലായെങ്കിലും ഒരാൾ പോലും പരാതിയുമായി ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വന്നില്ല. പോലീസിന്റെ കേസന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും സജീവമാകുന്നു. പക്ഷേ കണക്കുകൂട്ടലെല്ലാം പൊളിയുന്ന സാഹചര്യം. എന്തായാലും ഈ യുവതിയുടെ, ഈ പരാതിക്കാരിയുടെ മൊഴി പ്രകാരം ഇയാൾ നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഒരാൾ പോലും പരാതിയുമായി മുന്നോട്ട് വരാത്തൊരു സാഹചര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കണക്കുകൂട്ടലെല്ലാം പൊളിയുന്ന സാഹചര്യം. അങ്ങനെയെങ്കിൽ ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്ത കൂടുതൽ പെൺകുട്ടികളെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വരുമോ? അവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഡാൻ, അതായത് ഒരു പ്രൊഫഷണൽ PR സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 1.5 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തവരെയും അതിൽ ആരോപണം ഉന്നയിച്ചവരെയും അതിൽ മൊഴി നൽകിയേക്കും അല്ലെങ്കിൽ പരാതി നൽകിയേക്കുമെന്ന് സൂചന ലഭിച്ചവരെയുമൊക്കെ കുറിച്ച് വലിയ തരത്തിൽ ഈ ഒരിക്കലും കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇരകളെ ഒതുക്കാനുള്ള നീക്കം നടത്തിയത്. അതായത് ഒരു തരത്തിലും ഈ പരാതി നിയമപരമായി പോലീസിന് മുമ്പിലേക്ക് എത്താത്തിടത്തോളം തനിക്കെതിരെ നിയമപരമായി ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല എന്ന അത് അരക്കെട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൈബർ അധിക്ഷേപം തൻ്റെ പ്രൊഫഷണൽ PR സംവിധാനം ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അതിൽ പോലും ഒരു ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഉണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് സംബന്ധിച്ച സൂചനകൾ അവർക്ക് ഈ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ ലഭിച്ചതാണ്. പക്ഷേ അതിലൊരു നടപടിയിലേക്ക് കടക്കാൻ കഴിയാതിരുന്നത് കൃത്യമായി രേഖാമൂലമുള്ള ഒരു പരാതി നിയമപരമായി 164 സ്റ്റേറ്റ്മെൻ്റ് അടക്കം നൽകാൻ തയ്യാറായി ഇരകളായവരിൽ ആരും സന്നദ്ധരായില്ല. ഇങ്ങനെ ഇരകളാക്കപ്പെട്ട പല ആളുകളുമായി ഉദ്യോഗസ്ഥർ നേരിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്കെ ആവർത്തിക്കുമ്പോഴും പരാതി നൽകാൻ അവർക്ക് ധൈര്യം കാണിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. ഈ സൈബർ ഇടങ്ങളിലെ അധിക്ഷേപം അതിൻ്റെ എല്ലാ സീമകളും മറികടന്നുകൊണ്ട് കടന്നു പോകുന്നൊരു പശ്ചാത്തലം, അതിൽ കൃത്യമായി പലരുടെയും സ്വകാര്യ ജീവിതത്തെ തന്നെ ഇനി അത് ബാധിക്കുമോ എന്നൊരു ആശങ്ക, ഇതടക്കം ഈ കാര്യത്തിൽ പരാതികൾ വരുന്നതിൽ വെല്ലുവിളിയായി മാറി. എന്തായാലും അതിനിടയിലാണ് വർദ്ധിത വീര്യത്തോടെ പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തുന്നത്. അവിടെ പ്രചാരണ രംഗത്തടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്തടക്കം സജീവമാകുന്നത്, സ്ഥാനാർത്ഥി ചർച്ചകളിൽ പങ്കെടുക്കുന്നത്, അതിനെതിരെ ഒരു വിഭാഗം വിമർശനം ഉന്നയിച്ചപ്പോഴും അതൊക്കെ പ്രാദേശികമായി പാർട്ടി തലത്തിലുണ്ടായ പ്രശ്നങ്ങളെന്ന് വ്യാഖ്യാനിക്കാനായിരുന്നു നേതൃത്വത്തിൻ്റെ ഈ ശ്രമം. പക്ഷേ പിന്നീട് ഉണ്ടായ കാര്യങ്ങളാണ് ഈ 2 ആഴ്ചക്കിടയിൽ കാര്യങ്ങൾ മാറ്റിമറിച്ചത്. അതായത് ഇത്തരം ഈ ഇരയായ യുവതിയുമായി ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടം സൗഹൃദം തുടർന്നിരുന്നു. അതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവർക്കിടയിൽ ഒരു വിള്ളൽ വരുന്നു. ആ അഭിപ്രായ ഭിന്നതകൾക്കപ്പുറത്തേക്കാണ് പിന്നീടാണ് ഈ പരാതി പറയുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പരസ്യമായി പരാതിയുമായി രംഗത്തെത്തുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. അതിന് പിന്നാലെ ഒരു വാട്സാപ്പ് ചാറ്റ് വരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് യുവതി പരാതി നൽകിയേക്കുമെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഈ 26-കാരിയായ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. തൻ്റെ കൈവശമുള്ള തെളിവുകളടക്കമാണ് കൈമാറിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഇപ്പോഴും വാദിക്കുന്നത് ഇതിൽ യുവതിയുടെ ഭാഗം മാത്രം കേട്ട് രാഹുലിനെ വേട്ടയാടാനുള്ള നീക്കമാണ്, മാധ്യമ വേട്ടയാട് നടക്കുന്നതൊക്കെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ യുവതിയുടെ കൈവശമുള്ള തെളിവുകൾ
അവർ നേരിട്ട ദുരനുഭവങ്ങൾ അതൊക്കെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണോ നൽകാനുള്ളത് അത് നൽകാനായി പലതവണ ആവർത്തിച്ച് ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയപ്പോഴൊക്കെ അതൊക്കെ താൻ വാർത്താ സമ്മേളനം വിളിച്ച് പറയും എന്ന് മാത്രം പറഞ്ഞ് രാഹുൽ ആ വിഷയങ്ങളിൽ നിന്ന് വഴി മാറ്റിപിടിക്കുകയായിരുന്നു. കൂടുതൽ ചോദിച്ചാൽ അത് കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തനം എന്നൊക്കെയുള്ള വിശേഷങ്ങളാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. അതായത് ഒരേപോലെ പാർട്ടി നേതൃത്വത്തെയും മാധ്യമങ്ങളെയും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെയും ഒക്കെ അധിക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഇരയെ പ്രകോപിപ്പിച്ചത്. ഇതാണ് വസ്തുത. അങ്ങനെയാണ് അവർ ഈ പരാതി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത് പെട്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് 10 ദിവസം മുമ്പ് ഈ പരാതി കൊടുക്കാനുള്ള ഒരു നീക്കം അങ്ങനെയല്ല. ഇത് കൃത്യമായി ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് ആണ്. ഓഗസ്റ്റ് 19-ാം തീയതിയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. സൈബർ ഇടങ്ങളിൽ ഇത്തരം ചില വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു. അതിന് പിന്നാലെ ഒരു യുവനടി പരോക്ഷമായി ഒരു യുവ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് MLA എന്ന് പോലും അല്ല പറയുന്നത്, രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് തനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അവർ പിന്നീട് അതിൽ പ്രതികരണം നടത്തുന്നു. പക്ഷേ ഒരു പേരുകളിലേക്കും പോകുന്നില്ല. തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിലൊരു നടപടിയെടുക്കുക, അതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ നടപടിയെടുക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത് ഇതൊരു ഗൗരവതരമായ തരത്തിലേക്ക് മാറുമെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ പരാതി എത്തി. അവിടെ നിന്നാണ് ഈ കേസിൽ നിർണായകമായ ഈ ആരോപണങ്ങളിൽ വിവാദങ്ങളൊരു വഴിത്തിരിവുണ്ടാകുന്നത്. അതിൻ്റെ ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ യുവതി മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി നൽകുന്ന തരത്തിലേക്കുമാണ്. തീർച്ചയായും അതാണ് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇത് രാഹുൽ മാങ്കൂട്ടം ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ കോൺഗ്രസ് ഒന്നടങ്കം പഴി കേൾക്കേണ്ട ഒരു സാഹചര്യം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞതുപോലെ രാഹുൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്ന രീതിയിൽ. കാരണം സ്വാഭാവികമാണ് ഡാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അങ്ങേയറ്റം ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം സ്വാഭാവികമായും അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ സത്യം ജയിക്കുമെന്ന് പറഞ്ഞ് നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട് പിന്നെ മുങ്ങിയതാണ്. ഇതുവരെ കണ്ടെത്തിയിട്ട് രാഹുലിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അതിനിടെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കവും രാഹുൽ നടത്തുന്നു എന്നാണ് വിവരം. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതുവരെയും പോലീസിന് പോലും ഇത് വ്യക്തതയില്ല. കാരണം എവിടെ ഈ കേസ് കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ്. എന്താണ് രാഹുലിൻ്റെ നീക്കം? നിയമപരമായി സ്വാഭാവികമായി ഈ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേ മതിയാകൂ. കാരണം അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ആളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റിനുള്ള വകുപ്പുകളുണ്ട്. എന്താണ് പ്രതിഭാഗത്തിൻ്റെ നീക്കമെന്ന് വ്യക്തമായിട്ടുണ്ടോ ഡാനി? ടോം, ഇതിൽ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴിയാണ് അതിനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഏത് കോടതിയിലാണ്, സെഷൻസിലാണ്, ഹൈക്കോടതിയിലേക്ക് നേരിട്ടാണോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. കാരണം ഒടുവിൽ വിളിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് എന്നതാണ്. അത് പ്രധാനമായും തന്നെ ഇപ്പോൾ രഹസ്യമൊഴി എടുക്കുന്ന ഡാൻ സൂചിപ്പിച്ചതുപോലെ രഹസ്യമൊഴിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് എടുത്തു, പക്ഷേ FIRലെ വിശദാംശങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി അറിയാനുണ്ട്. എന്താണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ രഹസ്യമൊഴി ഇപ്പോൾ പോവുകയാണെങ്കിൽ അതിൻ്റെ കൃത്യത കൂടി വരാനുണ്ട്. അപ്പോൾ ഈ കേസിനെ കുറിച്ച് എന്താണ് കേസിൻ്റെ വിശദാംശങ്ങൾ എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വന്നതിന് ശേഷമായിരിക്കും ഇത് ഹൈക്കോടതിയിലാണ് സെഷൻസിലേക്കാണോ പോകേണ്ടതെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക. ഏതായാലും ഇതിനെ ഒരു പ്രതിരോധിക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും സമർപ്പിക്കപ്പെടാവുന്ന രീതിയിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അവർ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പ്രധാനമായും തന്നെ സൂചിപ്പിച്ചത് ഇതിൽ രാഹുലിനോട് താൻ സംസാരിച്ചിരുന്നു, രാഹുൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം എന്ന രീതിയിൽ തന്നെയുള്ള ഇതാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണമായ അഭിഭാഷകനോട് പറഞ്ഞിരിക്കുന്നത്. അഭിഭാഷകൻ അത് തന്നെയാണ് വ്യക്തമാക്കിയത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്രത്തോളം ഇങ്ങനെ ബലാത്സംഗ കേസുകളിലെ പരാതികൾ വന്നിട്ടുണ്ട്, എവിടെ ഇങ്ങനെ പരാതി സ്വീകരിക്കാമെന്ന് എന്ന രീതിയിലെല്ലാമാണ് അദ്ദേഹം രാഹുലിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്തത്. ഇതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് തന്നെ ഈ പരാതി ഉയർന്നു വന്നതിൽ അതാണ് കാരണമെന്നെല്ലാമാണ് അദ്ദേഹം രാഹുലുമായി സംസാരിച്ചതിൻ്റെ ഒരു കാര്യത്തിലെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഇതിനെ കൗണ്ടർ ചെയ്യുകയും ഈ കേസിൻ്റെ വകുപ്പുകൾ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട്
അതിന് ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കോടതിയിലേക്ക് പോവുക. അതിൻ്റെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസ് വന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ട് അതിന് ഏതെങ്കിലും രീതിയിൽ മറുപടി നൽകാൻ കഴിയുമെങ്കിൽ, അതിന് മറുപടിയായിട്ട് തെളിവുകൾ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ അഭിഭാഷകർ അടക്കം മുന്നോട്ട് നീങ്ങുന്നത്. ഏതായാലും വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വന്നേക്കും. കാരണം ഒരുപാട് വൈകാനായിട്ട് അത് സാധ്യതയില്ല. വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ച് രാഹുലിന് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുന്നു എന്നൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ സെഷൻസിലോ ഹൈക്കോടതിയിലോ ഏറെ വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെട്ടേക്കാം. ടോം. യെസ്, തീർച്ചയായും ഡാനിയിലേക്ക് വരാം. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി. ഡാൻ, എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം സൂചിപ്പിച്ചത്, അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, പോലീസിന് ഇക്കാര്യത്തിൽ ചില വ്യക്തത കുറവുണ്ട്. എവിടെയാണ് ഈ കേസ് സമർപ്പിക്കേണ്ടത്? കാരണം നിയമത്തേക്ക് മാറ്റുന്നു, അത്തരം പല രീതിയിലുള്ള ഒരു അവ്യക്തതയും കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെന്നാണ്. ഈ അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ ഒരു രീതി എങ്ങനെയാണ്? അന്വേഷണ രീതി എങ്ങനെയാണ്? ഈ കേസ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? കാരണം പലയിടങ്ങളിലും ബലാത്സംഗം നടന്നിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് വെച്ചും പാലക്കാട് വെച്ചും ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതോടൊപ്പം ഗർഭചിത്രം നടത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു, നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. രാഹുലിനെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസുകളായിരിക്കും രജിസ്റ്റർ ചെയ്യുക? FIR ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? അങ്ങനെ അവ്യക്തതയൊന്നുമില്ല. അന്വേഷണത്തെ സംബന്ധിച്ച കൃത്യമായ വ്യക്തതയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുമ്പോട്ട് പോകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘത്തെ നേരത്തെ തന്നെ രൂപീകരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിൽ കേസിൻ്റെ അന്വേഷണം നേമം പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ടാണ് നേമം CI ഉൾപ്പെടെയുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കുറ്റകൃത്യങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ടോ എന്ന് ഈ യുവതി തന്നെ മൊഴി നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ പ്രത്യേക ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരുപക്ഷെ കേസ് കൈമാറാം. അതല്ല എങ്കിൽ ഇപ്പോൾ നടത്തുന്ന പോലീസിൻ്റെ അന്വേഷണം തന്നെ തുടരാനുള്ള സാധ്യതയാണ്. അതിൽ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, അതായത് കൂടുതൽ ഇരകളുടെ മൊഴിയെടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ കൂടി ഈ സംഘത്തിലേക്ക് ഔദ്യോഗികമായി തന്നെ അവരെ കൂടി നിയോഗിക്കുമെന്ന സൂചനകൾ കൂടി പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. നേരത്തെ ഈ ഇരയുമായി തന്നെ 3-ലധികം തവണ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ, തലസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥ സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ താൻ ഇപ്പോൾ മാനസികമായി ഈ മൊഴി നൽകാനോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം നൽകാനോ കഴിയാത്തൊരു സ്ഥിതിയിലാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ കേസിൻ്റെ അന്വേഷണം കൃത്യമായി, അതുകൊണ്ടാണ് പ്രതിക്കെതിരെ ഇവിടെ നിന്ന് കടന്നു പോകാതിരിക്കാനുള്ള ഒരു നീക്കം എന്ന തരത്തിൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ രാഹുൽ മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയവും ചില ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ആ ദിശയിൽ അന്വേഷണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിൻ്റെ അടുത്ത നീക്കങ്ങളെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. യെസ്, ഡാൻ, അതോടൊപ്പം ഡാൻ നേരത്തെ സൂചിപ്പിച്ചു, കോൺഗ്രസ് നേതാക്കൾ, അതായത് ഇന്നലെ വരെയുള്ള ഒരു സാഹചര്യമായിരുന്നില്ല, ഇന്നായപ്പോൾ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയപരമായി കാണുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നു എന്ന രീതിയിൽ ചില നേതാക്കൾ ഈ സംഭവത്തെ പ്രതിരോധിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗികാരോപണം, കേസും പ്രശ്നങ്ങളും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ടോ? മാത്രമല്ല മറുവശത്ത് ശബരിമലയിലെ കൊള്ള ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും കോൺഗ്രസ് പ്രതിരോധത്തിലായൊരു സാഹചര്യമുണ്ട്. എങ്ങനെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്?
കോൺഗ്രസ് നേതൃത്വം അത്തരത്തിൽ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നാണ് വലിയ ആത്മവിശ്വാസത്തോടെ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി ഒരു പരാതി ലഭിക്കുകയോ അതിൽ അന്വേഷണം നടത്തുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ആരോപണങ്ങളിൽ നിജസ്ഥിതി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് എടുക്കേണ്ട നടപടി ആ ഘട്ടത്തിൽ തന്നെ ദിവസങ്ങൾക്കകം തന്നെ എടുത്തു എന്ന നിലപാടാണ് KPCC നേതൃത്വത്തിനും ഹൈക്കമാൻഡ് നേതൃത്വത്തിനുമുള്ളത്. കാരണം ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരുന്നു, അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ രേഖാമൂലം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്നു, അത് പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്തുന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം ഈ വിഷയത്തിന്റെ ഗൗരവം അപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു. ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അന്ന് തന്നെ സ്വീകരിച്ചിരുന്നു. അങ്ങനെയാണ് തൊട്ട് പിറ്റേ ദിവസം ഈ ആരോപണം ഉയർന്നതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനം പാർട്ടി നേതൃത്വം എടുക്കുന്നത്. പക്ഷേ തന്നോടാരും അങ്ങനെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. താൻ രാജിവെക്കുകയാണ്, പാർട്ടി പ്രവർത്തകർക്ക് മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, എന്നെ പ്രതിരോധിക്കുകയല്ല അവരുടെ ഒരു ഇപ്പോഴത്തെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ തന്നെ രാജിവെക്കുകയായിരുന്നു, മാറി നിൽക്കുകയായിരുന്നു. എന്തായാലും പിന്നീട് യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ വന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിൽ ദേശീയ നേതൃത്വവും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും പറയുന്നത് രാഹുലുമായി വേദി പങ്കിടുന്ന സാഹചര്യം ഒരു നേതാക്കളുടെ ഭാഗത്തുനിന്ന്, മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിന് അവർ അവസരമുണ്ടാക്കിയിട്ടില്ല. പ്രാദേശികമായി രാഹുൽ അവിടെ പ്രചാരണത്തിനെത്തിയത് ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA ആണ്, പാർട്ടി കൊടുത്ത പദവിയല്ലത്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തനിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാർ അവിടെ ഇപ്പോൾ പ്രാദേശികമായി മത്സരിക്കുമ്പോൾ അവിടെ പ്രചാരണത്തിനെത്തുക എന്നത് ഒരു MLA എന്ന നിലയിലും വ്യക്തിബന്ധത്തിൻ്റെയും പേരിൽ അവിടെ എത്തിയതാണ്. അതിനപ്പുറത്തേക്ക് അത് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയായി കാണേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് KPCC നേതൃത്വം അടക്കമുള്ളത്. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതിനിടയിൽ അതിൽ നിന്ന് ഗതി മാറ്റാനാണ് കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിൽ എന്ന പ്രചാരണം ഇതിൻ്റെ പേരിൽ നടക്കുന്നത് എന്ന വിലയിരുത്തലാണ് KPCC നേതൃത്വം അടക്കമുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ, ഒരാഴ്ചക്കപ്പുറം മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനായ ലൈംഗിക ആരോപണത്തിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് FIR ഉള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തും പാലക്കാട്ടും വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തു, ഭീഷണിപ്പെടുത്തി, നഗ്ന ദൃശ്യങ്ങൾ പകർത്തി കൂടുതൽ പെൺകുട്ടികളെ ഇയാൾ ലൈംഗികമായി ചൂഷണത്തിന് ഇരയാക്കിയതായും യുവതിയുടെ മൊഴിയിലുണ്ട്. തൃശൂർ വരന്തരപ്പള്ളിയിലെ അർച്ചന എന്ന യുവതിയുടെ മരണം ആത്മഹത്യയോ അതോ കൊലപാതകമോ? വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ വരന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഭർത്തൃവീട്ടിൽ ഗർഭിണിയായ യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകമെന്ന് വരുത്താനുള്ള തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകളില്ല. മരണസമയത്ത് വീട്ടിൽ ഭർത്താവ് ഷാരോൺ ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആത്മഹത്യ ഭർത്തൃവീട്ടിലെ പീഡനം മൂലമെന്നാണ്. ശാരീരികമായും മാനസികമായും ഭർത്താവ് ഷാരോൺ അർച്ചനയെ ഉപദ്രവിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഷാരോണിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമിയും ഈ ഷാരോണിൻ്റെ, അതായത് ഭർത്തൃവീടിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒരു കാനയിലാണ് തീപ്പൊള്ളലേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതാണ് ഒരു ദുരൂഹത ജനിപ്പിച്ചത്. അതായത് അർച്ചനയുടെ കുടുംബം പറഞ്ഞു ഷാരോൺ അർച്ചനയെ കൊലപ്പെടുത്തിയതാണ്, പല രീതിയിലുള്ള ചൂഷണങ്ങൾ അർച്ചനയ്ക്ക് നേരിടേണ്ടി വന്നുവെന്ന്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിൽ പോലും ഈ കേസിൻ്റെ ഗൗരവം കുറയുന്നില്ല. കാരണം അത്രയധികം കഴിഞ്ഞ 6 മാസ കാലയളവിനിടെ ഈ പെൺകുട്ടി ഭർത്തൃവീട്ടിൽ ചൂഷണം നേരിട്ടിട്ടുണ്ട്. കൂടുതൽ പ്രതികളെ അറസ്റ്റിലാകുമോ? കാരണം ഷാരോണിനെ കൂടാതെ ഷാരോണിൻ്റെ മാതാപിതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് കുടുംബം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഷാരോണിന്റെ മാതാവിനെ പ്രതി ചേർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അമ്മയെയും പ്രതി ചേർക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഷാരോണിനെതിരെ 2 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഒന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റവും, മറ്റൊന്ന്
സ്ത്രീധന നിരോധന നിയമപ്രകാരം അങ്ങനെ 2 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഷാരോണിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഷാരോണിന്റെ ഈ മരിച്ച അർച്ചനയുടെ കുടുംബം, അതായത് അർച്ചന മരിച്ചു എന്നറിഞ്ഞത് മുതൽ ആ കുടുംബം ആരോപിക്കുന്നത് ഷാരോൺ അർച്ചനയെ കൊലപ്പെടുത്തിയതാകാമെന്നാണ്. കാരണം നിരന്തരം 6 മാസമേ ആയിട്ടുള്ളൂ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. 20 വയസ്സുകാരിയാണ് അർച്ചന. അർച്ചനയും ഷാരോണും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. ഷാരോണിൽ നിന്നും നിരന്തരം പീഡനമേറ്റിരുന്നു അർച്ചനയ്ക്ക് എന്നാണ് കുടുംബം പറയുന്നത്. വീട്ടുകാരെ പോലും ബന്ധപ്പെടാൻ, ഫോണിൽ വിളിക്കുവാനോ സംസാരിക്കാനോ ഒന്നും തന്നെ ഷാരോൺ അനുവദിച്ചിരുന്നില്ല. വളരെ സംശയമായിരുന്നു അർച്ചനയോട്. അർച്ചനയ്ക്ക് സ്വന്തമായി ഫോൺ പോലും ഷാരോൺ വാങ്ങിക്കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പോലും അർച്ചനയെ അനുവദിക്കാത്ത അത്ര തരത്തിൽ ഗാർഹിക പീഡനമാണ് അർച്ചന വീട്ടിൽ അനുഭവിച്ചത്. അതോടൊപ്പം തന്നെ സ്ത്രീധനത്തിന്റെ പേരിലും ചൂഷണം ചെയ്തിരുന്നു എന്നാണ് അർച്ചനയുടെ ചേച്ചിയും അച്ഛനും അമ്മയും ഒക്കെ ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷാരോൺ അർച്ചനയെ അങ്ങനത്തെ പീഡനം കാരണം കൊന്നതാകാം എന്നൊരു സംശയം കുടുംബം ആരോപിക്കുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിലടക്കം ഇത് ആത്മഹത്യയാണെന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സാഹചര്യ തെളിവുകളിലും അടക്കം അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും ഈ തീപ്പൊള്ളലേറ്റ മൃതദേഹം കണ്ടെത്തിയത് ഷാരോണിന്റെ വീട്ടടുത്തുള്ളൊരു കാനയിലാണ്. അതാണ് അത്തരത്തിലൊരു സംശയം ഉന്നയിച്ചത്. പക്ഷേ ഈ പൊള്ളലേറ്റ് വേദന കൊണ്ട് അർച്ചന വീട്ടിന്റെ പുറത്തേക്ക് ഓടിയതാകാമെന്നാണ് പോലീസ് പറയുന്നത്. ആ രീതിയിലായിരിക്കും അർച്ചനയുടെ മൃതദേഹം കാനയിൽ കണ്ടെത്തുകയും ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിലും അങ്ങനെ തന്നെയാണ് തെളിഞ്ഞത്. എന്തായാലും ഷാരോൺ കൊലപ്പെടുത്തിയതാണ് എന്നതിൽ പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള തെളിവുകളില്ല. എന്തായാലും ഷാരോണിനെ വിശദമായി ചോദ്യം ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. 6 മാസമേ ആയിട്ടുള്ളൂ ഇരുവരുടെയും കല്യാണം കഴിഞ്ഞിട്ട്. അത് ഷാരോണിന്റെ അർച്ചനയുടെ അമ്മയുടെ വീട്ടിനടുത്തായിരുന്നു ആദ്യം ഷാരോണും കുടുംബവും താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഇരുവരും കാണുകയും പരിചയപ്പെടുകയും പിന്നീട് പ്രണയത്തിലാകുകയും ചെയ്തത്. ഷാരോണിന്റെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ അച്ഛനും സഹോദരിയും ഒക്കെ അർച്ചനയോട് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ആ പ്രണയം കാരണം വീട് വിട്ട് ഷാരോണിനൊപ്പം ജീവിക്കാൻ വന്നതാണ് അർച്ചന. തമിഴ്നാട്ടിൽ തന്നെ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയാണ് ഷാരോൺ എന്ന് പോലും കുടുംബം പറയുന്നുണ്ട്. പോലീസ് അടക്കം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഷാരോണിന്റെ മേലൊരു കഞ്ചാവ് കേസുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് വരെ ഉള്ള ഒരു വ്യക്തിയാണ് ഷാരോൺ. അയാളിൽ നിന്നുമാണ് ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായിട്ടുമുള്ള പീഡനം അർച്ചനയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. മരിക്കുമ്പോൾ അർച്ചന ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. ഇത് കുടുംബാംഗങ്ങൾ, ഈ അർച്ചനയുടെ പിതാവ് വിവാഹത്തിന് മുൻപ് തന്നെ അർച്ചനയോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇയാളൊരു തല്ലിപ്പൊളിയനാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്, കഞ്ചാവ് കേസിൽ പ്രതിയാണ്, അതുകൊണ്ട് വിവാഹത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് അർച്ചന ഷാരോണിനൊപ്പം ഇറങ്ങിപ്പോകുന്നു. പക്ഷെ അതിനുശേഷം സ്വന്തം കുടുംബാംഗങ്ങളോട് വിഷമം പറയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. മകൾ ഇറങ്ങിപ്പോയതുകൊണ്ട് അച്ഛൻ സ്ത്രീധനമൊന്നും കൊടുത്തില്ല എന്ന് അതിൻ്റെ പേരിൽ ഷാരോൺ അർച്ചനയെ ക്രൂരമായി ഉപദ്രവിക്കുന്നു, മാനസികമായി ചൂഷണം ചെയ്യുന്നു. കോളേജിലെത്തി അവിടെ കോളേജിന് മുന്നിൽ വെച്ച് പോലും മർദ്ദിക്കുന്നു. സ്വന്തം വീട്ടുകാരോട് ഈ വിഷമങ്ങൾ, തൻ്റെ പ്രയാസങ്ങൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യം പോലും അർച്ചനയ്ക്കുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായ ഒരു ഒറ്റപ്പെടലായിരിക്കുമോ അർച്ചനയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്? ഈ ഷാരോൺ കോളേജിലെത്തി അർച്ചനയെ ഉപദ്രവിച്ച കാര്യം കോളേജിലെ സെക്യൂരിറ്റി അർച്ചനയുടെ സഹോദരിയെ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. സഹോദരി അർച്ചനയോട് ഇക്കാര്യം ചോദിക്കുമ്പോഴാണ് അർച്ചന പറയുന്നത് ഷാരോണിൽ നിന്നും തനിക്ക് നിരന്തരമായിട്ടുള്ള പീഡനമുണ്ട്. ഷാരോണിന് വളരെ സംശയമാണ്. തന്നെ സംശയത്തോടുകൂടി മാത്രമേ കാര്യങ്ങളെല്ലാം നോക്കിക്കാണുകയുള്ളൂ. തനിക്ക് ഫോൺ പോലും അനുവദിക്കുന്നില്ല, വീട്ടിലേക്ക് വിളിക്കുവാനോ സംസാരിക്കാനോ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല എന്ന് ഈ സമയത്താണ് ഷാരോണിന്റെ അർച്ചനയുടെ സഹോദരിയോട് അർച്ചന ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഈ സമയത്ത് തന്നെ അർച്ചനയുടെ സഹോദരി അത് അർച്ചനയുടെ പിതാവിനോട് പറഞ്ഞു, സ്വന്തം പിതാവിനോടും പറഞ്ഞിരുന്നു. അപ്പോഴും പിതാവ് അർച്ചനയോട് പറഞ്ഞത്, നിനക്ക് ആ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ധൈര്യമായി ഞങ്ങളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ അർച്ചനയുടെ തന്നെ സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നോളൂ എന്ന് പലതവണ അച്ഛൻ പറഞ്ഞതാണ്, സഹോദരിയും പറഞ്ഞതാണ്. പക്ഷേ അർച്ചന അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും, വിഷമമായിരിക്കും, കുടുംബത്തിന്റെ അനുവാദമില്ലാതെ ഇറങ്ങി വന്ന് ജീവിതം ഇങ്ങനെ തകർന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിലുള്ള ഒരു മാനസിക വിഷമമായിരിക്കും.
അല്ലെങ്കിൽ ഷാരോൺ എന്തെങ്കിലും ശരിയാകുമെന്നൊരു പ്രതീക്ഷയായിരിക്കും ആ കുട്ടിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ആ കുട്ടി തയ്യാറാകാതിരുന്നതെന്നാണ് നമുക്ക് കരുതേണ്ടത്. ഇതിനു മുൻപും നമുക്കറിയാം ടോം, ഇത്തരത്തിൽ വീടുകളിൽ ഈ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെല്ലാം പലപ്പോഴും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എങ്ങനെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്ത് പറയുമെന്നൊരു രീതിയിലുള്ള ചിന്താഗതിയായിരിക്കും. അല്ലെങ്കിൽ കുടുംബം, അച്ഛനും അമ്മയ്ക്കും താനൊരു ബാധ്യതയാകുമോ എന്നൊരു ചിന്തയായിരിക്കും പലപ്പോഴും പെൺകുട്ടികൾ തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നത്. ആ ഒരു കാര്യം തന്നെയായിരിക്കും ഇവിടെയും അർച്ചനയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം. അച്ഛനും സഹോദരിയും പറഞ്ഞതാണ് തിരികെ വീട്ടിലേക്ക് വരാൻ. പക്ഷെ അതിൻ്റെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അവിടെ നിന്ന് അവരെ ധിക്കരിച്ചിറങ്ങി വന്നതല്ലേ, ഇനി തിരികെ എങ്ങനെ പോകുമെന്ന ചിന്താഗതിയൊക്കെ ആയിരിക്കും അർച്ചനെ ഒടുവിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഷാരോണിൽ നിന്നും കൊടിയ പീഡനം തന്നെയാണ് ആ പെൺകുട്ടി ഏറ്റിരുന്നതെന്ന് പിതാവിൽ നിന്നും സഹോദരിയിൽ നിന്റെയും ഒക്കെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ഒപ്പം ഷാരോണിന്റെ മാതാവിനെയും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അവരിൽ നിന്നുമൊക്കെ പീഡനം ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ അവരും ക്രൂരമായിട്ട് വാക്കുകൾ കൊണ്ട് അർച്ചനയെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടോം, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുനലൂർ ആളുകേറാമല കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രം പുറത്തുവിട്ട പോലീസ്. കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകം നടന്ന് 2 മാസം പിന്നിടുമ്പോഴാണ് പോലീസിന് ആശാവഹമായ നിലയിൽ ഒരു തുമ്പ് കണ്ടെത്താനായത്. ആളുകേറാമലയുടെ അധികം അകലെയല്ലാത്ത പറമ്പിൽ നിന്നും കന്നാസിൽ പെട്രോൾ വാങ്ങിയതെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രമാണ് പോലീസ് പുറത്തുവിട്ടത്. കഴിഞ്ഞ സെപ്റ്റംബർ 23-നാണ് റബ്ബർ മരത്തിൽ ചങ്ങല ചുറ്റി മരത്തിലൂടെ താഴിട്ട് പൂട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട് പുനലൂരിൽ നിന്നും. മനോജ്, ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്, പോലീസിനെ ഏറെ കുഴപ്പിച്ചൊരു കേസാണ്. കാരണം കഴിഞ്ഞ 2 മാസത്തിലധികമായി അന്വേഷണം നടത്തിയിട്ടും യാതൊരു തുമ്പവും ലഭിക്കാതിരുന്ന, മരിച്ചതാരാണെന്നോ കൊലയാളികളാരാണെന്നോ ഒരു സൂചനയും ലഭിക്കാതിരുന്ന കേസിൽ ഇപ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇയാൾ മലയാളിയാണോ, ആ നാട്ടുകാരനാണോ? അങ്ങനെയെങ്കിൽ ഇനി ഇതിലൊരു വ്യക്തത വരികയാണെങ്കിൽ പൂർണ്ണമായും ഈ കേസിൻ്റെ ചുരുളഴിയുമെന്ന് കരുതാമല്ലേ? അതെ ടോം, ഇപ്പോൾ നിലവില് ഇപ്പോൾ പോലീസിന് ആശാവഹമെന്ന് തോന്നുന്ന നിലയിൽ ഒരു ചിത്രം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൊലപാതകം നടന്ന പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിന് സമീപമുള്ള ആളുകേറാമലയിൽ കൊലപാതകം നടന്നതിന് ഏകദേശം 2 കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ള ഒരു പമ്പിൽ നിന്നും ഈ കൊലപാതകം നടന്ന് 23-ന് നടന്നു. അതിലും 10 ദിവസം മുമ്പാണ് കൊല നടന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ആ ടൈം അനുസരിച്ച് പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങിയതെന്ന് സംശയിക്കുന്ന ഒരാളുടെ ചിത്രമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് പൊതുജനങ്ങളുടെ സഹായത്തിന് കൂടി കൊണ്ടാണ് ഇപ്പോൾ ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ ആരെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ പുനലൂർ പോലീസുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞൊരു അടിക്കുറിപ്പോട് കൂടിയാണ് ഇവരിപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പോലീസിനും ഇദ്ദേഹത്തെ കണ്ടെത്താനായില്ല, മരിച്ചത് ആരാണെന്ന് കണ്ടെത്താനായില്ല. അന്വേഷണം കൃത്യമായും ഇപ്പോഴും വഴിമുട്ടി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. എന്നാലും പോലീസിന് ഈ പ്രതിയെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുകയാണെങ്കിൽ, പ്രതിയെ കണ്ടെത്താനാവുകയാണെങ്കിൽ ഒരു പക്ഷേ മരിച്ചത് ആരാണെന്നോ കൊലപാതകത്തിനുള്ള കാരണം എന്താണെന്നോ ഒക്കെയുള്ള വിവരങ്ങൾ കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോൾ ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 60 ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തുമ്പെങ്കിലും പോലീസിനെ കണ്ടെത്താനായത്. മൃതശരീരത്തിന് ചുറ്റുവട്ടത്തു നിന്ന് ലഭിച്ച ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ആളെ കണ്ടെത്താനായി അത് ഇടതുകാലിന് സ്വാധീനമില്ലാത്ത 50-നും 40-നും 50-നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ആളെന്ന നിലയിൽ കേരളത്തിൽ അത്തരത്തിലൊരു മിസ്സിംഗ് കേസ് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അന്യ സംസ്ഥാനത്തുൾപ്പെടെ വലിയ ഒരു തിരച്ചിൽ നടത്തി ആളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗം ആ അന്വേഷണങ്ങളെങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആശാവഹമായ നിലയിൽ ഒരു പുതിയ ഒരു തെളിവ് എന്ന നിലയിൽ ഈ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ ആളെ കണ്ടെത്താനുള്ള വലിയ ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ഈ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരു അന്വേഷണം ഇപ്പോഴും നടന്നു വന്നിരിക്കുകയാണ്. മനോജ്, തുടക്കത്തിൽ
പോലീസിൻ്റെ ഒരു സംശയം ഇതൊരു തമിഴ്നാട്ടുകാരനാകാം. തമിഴ്നാട്ടിൽ നിന്നും ആളെ കടത്തിക്കൊണ്ടുവന്ന് പുനലൂരിലെത്തിച്ച് ഈ ആളുകേറാമലയിൽ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുവന്ന് ക്രൂരമായി കൊലപ്പെടുത്തി റബ്ബർ മരത്തിൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് തീ കൊളുത്തി തെളിവ് നശിപ്പിച്ചതാകാമെന്നായിരുന്നു പോലീസിൻ്റെ ഒരു നിഗമനങ്ങൾ. പക്ഷേ ഈ ഒരു പ്രതിയുടെ ചിത്രം പുറത്തുവിട്ട സാഹചര്യത്തിൽ പോലീസിന് ഇത് മലയാളിയാണോ, ഇത് കൊല്ലപ്പെട്ടത് മലയാളിയാണോ, അല്ലെങ്കിൽ കൊലയാളി സംഘത്തിലുള്ളത് മലയാളികളാണോ, അത്തരം എന്തെങ്കിലും സൂചനകളുണ്ടോ പോലീസിന്? ഒരു സൂചനയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ആളെ ഇപ്പോൾ ഈ ചിത്രം ലഭിച്ച ആളെ കുറിച്ച് എന്തെങ്കിലും വ്യക്തമായ ഒരു സൂചന പോലീസിന് ലഭിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലേക്ക് ഒന്ന് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു വലിയ കൊലപാതകമാണ് പെടുന്നത്. നമ്മൾ ഏകദേശം നമ്മുടെ റോഡിൽ നിന്നും 4 കിലോമീറ്ററോളം ഉയരമുള്ള ഒരു വലിയ ചെങ്കുത്തായ മലയാണ് ഈ ആളുകേറാമല. അതുപോലെ തന്നെ ഈ പൂട്ടിയിരുന്ന ചങ്ങലയ്ക്ക് 3 മീറ്റർ നീളമുണ്ട്. ആനയുടെ ഇടച്ചങ്ങല ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചങ്ങലയാണ്. ചങ്ങലയ്ക്ക് മാത്രം ഏകദേശം ഒരു 30 കിലോയോളം തൂക്കം വരുമെന്നൊരു കണക്കൂട്ടിലാണ് പോലീസിലുള്ളത്. അപ്പൊ ഇത്രയും ഒരു ഭാരിച്ച ഒരു ചങ്ങലയും ഒരാളിനെയും ഒക്കെ ഈ മലമുകളിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഘത്തിന്റെ ശ്രമം തന്നെയാകാം എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനവും. അത്തരത്തിൽ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോ ലഭിച്ച ആളെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചന കേരളത്തിന്റെയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നതോടുകൂടി മാത്രമേ ഈ കൊലപാതകത്തിന്റെ ഒരു ചുരുൾ പോലീസിന് അഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് പോലീസും വിശ്വസിക്കുന്നത്, നമ്മളും വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം പോലീസിന് ലഭിച്ചത് ഒരു പിടിവള്ളിയാണ്. ഇത് കേന്ദ്രീകരിച്ചായിരിക്കും ഇനി ആളുകേറാമലയിലെ ആ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം. മലപ്പുറം ഒതായ് മനാഫ് കൊലക്കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. കൊലക്കുറ്റം തെളിഞ്ഞു, ശിക്ഷ നാളെ വിധിക്കും. PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് ശിക്ഷിക്കപ്പെട്ട ഷഫീഖ്. ബാക്കി 3 പേരെ വെറുതെ വിട്ടു. 1995 ഏപ്രിലായിരുന്നു കൊലപാതകം. ഒതായി അങ്ങാടിയിൽ വെച്ച് പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മുൻ MLA PV അൻവർ ഉൾപ്പെടെ 26 പേരായിരുന്നു കേസിലെ പ്രതികൾ. പ്രധാന സാക്ഷികൾ കൂറുമാറിയതോടെ 21 പേരെ വെറുതെ വിട്ടിരുന്നു. അന്ന് ഒളിവിൽ പോയിരുന്ന 4 പേരെ കോവിഡ് കാലത്താണ് പിടികൂടാൻ കഴിഞ്ഞത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, 3 പതിറ്റാണ്ട് മുൻപ് നടന്ന കൊലപാതകം, ഈ കേസിൽ സാക്ഷികളുടെ കൂറുമാറ്റം ഉണ്ടാകുന്നു. പിന്നീട് പല പ്രതികളെ, അതായത് 20ഓളം പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. ഈ കോവിഡ് കാലത്ത് ഈ 4 പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞതും അവരെ പിടികൂടാൻ കഴിഞ്ഞതും പിന്നീട് കേസിന്, അതായത് ഏകദേശം 2.5 പതിറ്റാണ്ടിന് ശേഷം കേസ് അന്വേഷണം വീണ്ടും പുനരാരംഭിക്കാനും അതിൻ്റെ വിചാരണ നടപടികളിലേക്ക് കടക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഈ ഷഫീഖ് മാത്രമാണ് ഇപ്പോൾ കുറ്റക്കാരനെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു 3 പേരെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. എന്താണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയിൽ പറയുന്നത്? ഇപ്പം 1995 ഏപ്രിൽ 13-നാണ് ഈ ഒരു മനാഫ് വധം നടക്കുന്നത്. അദ്ദേഹം മനാഫ് യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്നു. അദ്ദേഹവും അൻവറിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ചില തർക്കങ്ങളുണ്ടാവുകയും അത് മനാഫിൻ്റെ ഓട്ടോറിക്ഷ തടഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നം വലുതാവുകയും അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു വഴക്ക് കയ്യാങ്കളിയിലും അവസാനം കത്തിക്കുത്തിലെത്തുകയും മനാഫിനെ പട്ടാപ്പകൽ കുത്തിക്കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. അൻവർ അടക്കമുള്ളവരായിരുന്നു ഇതിൽ പ്രതികളുണ്ടായിരുന്നത്. അതിൽ 2009-ൽ അൻവർ അടക്കം 19 പേരെ ഈ കേസിൽ നിന്ന് വെറുതെ വിടുന്ന ഒരു സാഹചര്യം, അതായത് ഇതിൽ പ്രധാന സാക്ഷി കൂറുമാറിയതിനെ തുടർന്ന് ഇവരൊക്കെ തന്നെ കുറ്റവിമുക്തരായിരുന്നു. അപ്പോൾ 4 പേർ ഇതിൽ പിടിയിലാകാനുണ്ടായിരുന്നു. അതിൽ 1-ാം പ്രതിയായ മാലങ്ങാടൻ ഷഫീഖ്, 3-ാം പ്രതിയായ മാലങ്ങാടൻ ഷെരീഫ്, 2 പേരും അൻവറിൻ്റെ സഹോദരി പുത്രന്മാരാണ്. 17-ാം പ്രതി കോട്ടപ്പുറം മുനീബ്, 19-ാം പ്രതി മപ്രം കബീർ എന്ന ജാബിർ. ഈ 4 പേരെയായിരുന്നു പിടികൂടാനുണ്ടായിരുന്നത്. ഈ 4 പേരെ പിടികൂടാൻ വലിയ പരിശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ കുടുംബം, മനാഫിൻ്റെ കുടുംബവും
ഈ കേസിന് പിന്നാലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവരെ പിടികൂടുവാൻ വേണ്ടി ഇന്റർപോളിൻ്റെ വരെ സഹായം തേടിയിട്ടാണ് അവരെ നാട്ടിലേക്ക്, വിദേശത്തായിരുന്ന അവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതി, അയാൾ ഏറ്റവും അവസാനം 2020 നാട്ടിലെത്തിയത്. ഈ കോവിഡിൻ്റെ സമയത്തായിരുന്നു അവരുടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. തുടർന്നാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത്. ഇതിൽ വിധിപ്പകർപ്പിൻ്റെ പൂർണ്ണരൂപം ലഭിച്ചിട്ടില്ല. ശിക്ഷാവിധി നാളെയാണ് വിധിക്കുക. ഈ 1-ാം പ്രതി കുത്തിക്കൊല്ലുന്നത് കോടതി ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ അംഗീകരിക്കുകയും തെളിയിക്കാൻ കഴിഞ്ഞുവെന്ന് അംഗീകരിക്കുകയും അതിനെ തുടർന്ന് അയാൾക്ക് എതിരെ ചുമത്തിയ 302 തെളിഞ്ഞിരിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് 3 പ്രതികൾക്കെതിരെ തെളിവുകളുടെ അഭാവത്താലാണ് അവരെ വെറുതെ വിടുന്നത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ഈ ഒരു വിധിയുടെ പിന്നാലെ കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അതായത് 3-ാം പ്രതി ഷെരീഫ്, മുനീബ്, കബീർ എന്ന ജാബിർ എന്നിവരെ വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്താലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമായിട്ടും ഏറെ കുഴക്കം സൃഷ്ടിച്ചതാണ് PV അൻവർ MLA, മുൻ MLA-യുടെ. അനുമോദിലേക്ക് തിരികെ എത്താം. അനുമോദ്, അതിനു മുൻപ് ആ കുടുംബത്തിൻ്റെ, മനാഫിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കണം. കാരണം കഴിഞ്ഞ 30 വർഷത്തോളം നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിയ കുടുംബമാണ്. പ്രത്യേകിച്ചും ഏറെ വൈകാരികമായിട്ടാണ് ഈ വിധി വന്ന ശേഷം ഒതായി മനാഫിൻ്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 30 വർഷക്കാലമായി ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയിട്ട് അതിൽ ആദ്യത്തെ 26 സാക്ഷികളിൽ ആദ്യം 21ഓളം സാക്ഷികളെ വെറുതെ വിട്ടു. ആ കേസ് വെറുതെ വിടാനുള്ള പല കാരണങ്ങളുണ്ട്. സാക്ഷികൾ കൂറുമാറിയെന്ന് മാത്രമല്ല, അന്നത്തെ പ്രോസിക്യൂഷൻ ഞങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തതെന്നൊരു ആരോപണം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കേസ് നടത്തി പരിചയമില്ലാത്തൊരു കുടുംബം എന്നുള്ളതിൽ, ഒരു കാര്യത്തിലും ആരുമായിട്ടും ഒരു വഴക്കിനോ വക്കാണത്തിനോ പോകാത്തൊരു കുടുംബം എന്നുള്ളതിൽ കേസുകളും കോടതികളൊക്കെ ഞങ്ങൾക്ക് പരിചിതമല്ലാത്തതിനാൽ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വിശ്വസിച്ചു. അന്ന് ആ കേസ് അങ്ങനെ വെറുതെ വിട്ടു. എന്നിരുന്നാലും ഞങ്ങൾ നിരാശരായില്ല. ബാക്കിയുള്ള ഈ ഒളിവിൽ പോയ 10-25 വർഷക്കാലത്തോളം ദുബായിലും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ 4 പ്രതികളെ അവരെ ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിലും കോടതിയിൽ എത്തിക്കുന്നതിലുമൊക്കെ ഞങ്ങൾ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ഹൈക്കോടതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഈ PV അൻവർ മുൻ MLA PV അൻവറിൻ്റെ സഹോദരി പുത്രന്മാർ എന്നുള്ളതിൽ ഉള്ള എന്നുള്ള സമ്മർദ്ദം ഒരു MLA എന്നുള്ളതിൽ സർക്കാരിനുണ്ടായിട്ടുണ്ടാവാം. ഏതായിരുന്നാലും സർക്കാർ ഇവിടെ സൂചിപ്പിച്ച പോലെ സർക്കാരിൻ്റെ സഹായമൊന്നുമില്ലാതെ തന്നെ ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഉദായിലെ മനാഫ് വധക്കേസിലെ 1-ാം പ്രതി ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, 3, 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. ശിക്ഷ കോടതി നാളെ പറയും. കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. 30 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. 30 വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. വീണ്ടും CV അനുമോദിലേക്ക്. അനുമോദ്, കഴിഞ്ഞ 30 വർഷത്തോളം ആ പിതാവ് നടത്തിയ നിയമ പോരാട്ടമാണ് ഒടുവിൽ വിജയം കണ്ടിരിക്കുന്നത്. മനാഫ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു, കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ മറ്റ് 3 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. ഈ കേസിലെ ആദ്യഘട്ടത്തിൽ PV അൻവർ ഉൾപ്പെടെ 26 പേർ പ്രതികളായിരുന്നു. ഈ കുടുംബം ഈ വിധിയിൽ തൃപ്തരാണോ? മാത്രമല്ല എന്താണ്, കാരണം അവർ തന്നെ, ആ പിതാവ് തന്നെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ കേസിൽ തുടക്കത്തിലുണ്ടായിരുന്ന പ്രോസിക്യൂഷൻ തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്ന്. ഈ കേസിൻ്റെ വിധി വരാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം കാലതാമസം ഉണ്ടായത്? നമ്മൾ കേട്ടത് മനാഫിൻ്റെ സഹോദരൻ അബ്ദുൾ റസാഖിൻ്റെ വാക്കുകളാണ്. അദ്ദേഹമാണ് ഈ കേസിന് പിന്നാലെ ഇത്രയും കാലം ജീവിതത്തിൻ്റെ വലിയ ഒരു കാലയളവ് മാറ്റിവെച്ച് പോരാട്ടം നടത്തിയത്. PV അൻവർ MLA ആയിരുന്ന സമയത്തും
അതുപോലെ നിലമ്പൂർ രാഷ്ട്രീയത്തിലേറെ സ്വാധീനമുള്ള സമയത്തുമൊക്കെ ഈ ഒരു കേസിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. 2009 അൻവർ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ആ ഒരു വിധി വന്നത്. അന്ന് ഈ 4 പ്രതികൾ പിടികിട്ടാപ്പുള്ളികളാണ്. അന്നത്തെ പ്രോസിക്യൂഷൻ്റെ സഹായത്തോടെ ആ മുഖ്യ സാക്ഷിയെ കൂറുമാറ്റിയാണ് ഈ പ്രതികൾ കുറ്റവിമുക്തരായത് എന്നാണ് കുടുംബം പറയുന്നത്. അതായത് പ്രധാന സാക്ഷിയായിരുന്നാൽ ഒന്നുകിൽ പണമോ മറ്റും വാങ്ങി സമ്മർദ്ദത്തിന് വഴങ്ങി, അതല്ലെങ്കിൽ ഭീഷണിക്ക് വഴങ്ങി, എന്താണെങ്കിലും അത് കേസിൽ നിർണായകമായിരുന്നു. ആ പ്രധാന സാക്ഷി കൂറുമാറിയതോടെ അൻവർ അടക്കമുള്ളവർ കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടു. അതിനെതിരെ റസാഖിൻ്റെ ആ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് റസാഖ് സമർപ്പിച്ച റിവിഷൻ ഹർജി ഉള്ളത്. അതായത് അൻവർ അടക്കം കുറ്റവിമുക്തരാക്കിയ 21 പ്രതികളെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് റസാഖ് നൽകിയ ഹർജി ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. എന്നതിനാണെങ്കിലും ഇതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1-ാം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. ബാക്കി 3 പേർക്കെതിരെ തെളിവുകളുടെ അഭാവമാണ് ഇപ്പോൾ ശിക്ഷ വിധിക്കുന്നതിന് അവരല്ലെങ്കിൽ ഇവരെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ കാരണമായി കോടതി നിരീക്ഷിക്കുന്നത്. വലിയ ഒരു കാലയളവ് 1995 മുതൽ 2025 വരെ എത്തുമ്പോഴും വലിയൊരു ജീവിതത്തിൽ വലിയൊരു കാലയളവ് തന്നെ റസാഖ്, മനാഫിൻ്റെ സഹോദരൻ റസാഖ് ഈ കേസിന് വേണ്ടി മാറ്റിവെക്കുകയും ഈ നിയമ പോരാട്ടത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുകയും ചെയ്തു. പലപ്പോഴും അൻവറിനെതിരെ അൻവർ MLA ആയിരുന്ന സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സർക്കാരിൻ്റെ സ്വാധീനമുണ്ടെന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്നു. അന്നത്തെ മുൻ പ്രോസിക്യൂഷനെതിരെ ആണ് അന്നത്തെ വലിയ തോതിൽ തന്നെ അൻവറിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കം നടന്നു എന്നുള്ള 2009 അദ്ദേഹം MLA ആയിട്ടില്ല, പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതാണെങ്കിലും കുടുംബത്തെ സംബന്ധിച്ച് ഒരു പ്രതി ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം പ്രതി തന്നെ ശിക്ഷിക്കപ്പെട്ടു എന്നത് അവരുടെ ഈ പോരാട്ടങ്ങൾക്ക്, ഇത്രയും കാലം നടത്തിയ പോരാട്ടങ്ങൾക്ക് കിട്ടുന്ന ഒരു വിജയമായിട്ട് കാണുന്നുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ളവരെ ശിക്ഷിക്കാനുള്ള നടപടി അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് റിവിഷൻ ഹർജിയിലൂടെ നേടിയെടുക്കാവുന്ന പ്രതീക്ഷയുമാണ് അവർ പങ്കുവയ്ക്കുന്നത്. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കാസർഗോഡ് BLOയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായ സംഭവത്തിൽ CPM ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ. ദേലമ്പാടി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനും ലോക്കൽ സെക്രട്ടറിയുമായ A. സുരേന്ദ്രനെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. BLO P. അജിത്തിന്റെ പരാതിയിലാണ് നടപടി. SIR ഫോം ശേഖരിക്കുന്നതിനായി എത്തിയ BLOയുമായി ഉണ്ടായ തർക്കമാണ് കയ്യേറ്റത്തിന് ഇടയാക്കിയത്. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഇന്നലെ ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ CPM ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ സുരേന്ദ്രൻ ഈ BLO അജിത്തിനെ കയ്യേറ്റം ചെയ്യുന്നു, അസഭ്യം പറയുന്നു. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണോ ഈ CPM പ്രാദേശിക നേതാവിന് തിരിച്ചടിയായത്? അതെ ടോമേ, ഈ ദൃശ്യം വലിയ തോതിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ പ്രതിഷേധവും ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദൂർ പോലീസ് ഈ വിഷയത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതോടൊപ്പം അസഭ്യം പറയൽ, ഇങ്ങനെ 2 വകുപ്പുകൾ ചേർത്താണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തതും ഇയാളെ അറസ്റ്റ് ചെയ്തതും പിന്നീട് ഇയാൾ റിമാൻഡ് ആകുന്നതും. ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഇതിൽ ഒരു വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പുതുതായി നൽകാൻ വിവരം. പൊതുസേവകരെ അടിച്ചു പരിക്കേൽപ്പിക്കൽ എന്ന ഒരു ഗുരുതരമായ വകുപ്പ് കൂടി ഇതിൽ ഇപ്പോൾ ചേർത്തിരിക്കുന്നു എന്നതാണ് ഈ കേസിന് ഇപ്പോൾ പ്രത്യേകത ഉണ്ടാക്കുന്നത്. അതായത് നേരത്തെ തന്നെ BLOമാർക്ക് ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം, അതോടൊപ്പം വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഇടയിൽ നിന്നുമുള്ള സമ്മർദ്ദം, അതോടൊപ്പം ഈ ഇവർക്കുള്ള ഈ ഭീഷണി, ഇത്തരത്തിലുള്ള ഭീഷണി, ഇതൊക്കെ ഇല്ലാതാക്കണം എന്ന ഒരു ആവശ്യം വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൊതുസേവകരെ അടിച്ചു പരിക്കേൽപ്പിക്കൽ എന്ന ഒരു ഗുരുതരമായ വകുപ്പ് കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡിലാണ്. ആദൂർ പോലീസാണ് ഇത് സംബന്ധിച്ച് കേസെടുത്തത്. പയറെടുക്ക വാർഡിലെ BLO P. അജിത്തിന്റെ പരാതിയിലാണ് ഈ കേസ്. ഈ ദൃശ്യം പുറത്ത് വന്നതോടുകൂടി വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് BLOമാർക്കിടയിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഈ ജോലി ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുക ഇങ്ങനെയാണെങ്കിൽ എന്ന ഒരു ചോദ്യം ഉയർന്നിരുന്നു. അതോടുകൂടിയാണ് ഇതിൽ ശക്തമായ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടവും ഒപ്പം പോലീസും ഇപ്പോൾ തയ്യാറായിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഇത് പുഷ്പ എന്ന് പറയുന്ന ഈ വാർഡിലെ ഒരു പുഷ്പ എന്ന് പറയുന്ന ആൾക്ക് SIR ഫോം നൽകുന്നതിനെ ചൊല്ലിയുള്ള
തർക്കമാണ് ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്നതും അതോടൊപ്പം വലിയ തോതിൽ അസഭ്യം പറയുന്ന രീതിയിലേക്കുമുള്ള കാര്യങ്ങളിലേക്കും എത്തിയത്. ഇയാൾ CPM ലോക്കൽ സെക്രട്ടറിയാണ്, ദേലമ്പാടി പഞ്ചായത്ത് സ്ഥിരം കമ്മിറ്റി അംഗവുമാണ്. അത്തരത്തിലുള്ള ഒരാളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അക്രമം BLOക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ പ്രതിഷേധമുയർന്നത്. ബന്തെടുക്ക ബീവറേജ് കോർപ്പറേഷനിലെ LD ക്ലർക്കാണ് പരാതിക്കാരനായ അജിത്തിന് പയറെടുക്ക എന്ന് പറയുന്ന ഈ ദേലമ്പാടി പഞ്ചായത്തിലെ ബൂത്തിലെ ഈ ഒരു BLO ചുമതലയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ചുമതല ജോലിക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഇയാൾക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റൊരു വകുപ്പ് കൂടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ പുതുതായി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. എന്തായാലും ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്, കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡിലാണ്. ടോം, പക്ഷെ ഇതിനകത്ത് ഈ BLOക്കെതിരെ CPM പരാതി നൽകിയിരുന്നോ? കാരണം അവിടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് CPM ലോക്കൽ സെക്രട്ടറി മർദ്ദിക്കുന്നതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. BLOക്കെതിരെ ഇവർ ഈ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ CPM നേതൃത്വം, പ്രാദേശിക നേതൃത്വം പരാതി നൽകിയിട്ടുണ്ടോ? ടോമെ, BLOക്കെതിരെ പരാതി ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിലും അത് രേഖാമൂലം പോലീസ് സ്റ്റേഷനിലേക്ക് അത്തരത്തിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമാണ് ഈ അസഭ്യം പറയുന്നതും അതുപോലെ തന്നെ കയ്യേറ്റം ചെയ്യുന്നതും ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ലോക്കൽ സെക്രട്ടറി കൂടിയായ സുരേന്ദ്രനാണ് ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്തത്. ആ ദൃശ്യമാണ് പുറത്തു വന്നത്. ഈ BLOയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു വീഴ്ച കണ്ടെത്താൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി നിർവഹിച്ചു. പക്ഷെ അത് ഈ സുരേന്ദ്രന് ചെറിയ തെറ്റിദ്ധാരണ സംഭവിക്കുകയും അങ്ങനെ ഈ ഒരു ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ഉണ്ടായെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. പ്രത്യേകിച്ച് അജിത്താണ് ഈ പരാതി നൽകിയിരിക്കുന്നത്, BLO ആണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. കൂടുതൽ കേസുകൾ ഇപ്പോൾ ആദൂർ പോലീസിൽ ഈ BLOക്കെതിരെ അങ്ങനെ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നേരത്തെ 2 വകുപ്പുകൾ മാത്രം ചുമത്തിയത്. അത് ഔദ്യോഗിക കൃത്യനിർവഹണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസഭ്യം പറയലും, ഈ 2 വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. പക്ഷെ അതിനും അപ്പുറം ഗുരുതരമായ ഒരു വകുപ്പ് കൂടി ഇതിൽ ചേർത്തു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അത് ഒരു പക്ഷേ ഈ BLOമാർക്ക് ഇനി വരും ദിവസങ്ങളിൽ അവരുടെ ജോലി ചെയ്യുന്നതിൽ ഒരു ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലാണ്. പൊതുസേവകരെ അടിച്ചു പരിക്കേൽപ്പിക്കൽ എന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ വകുപ്പ് കൂടി ഇപ്പോൾ പുതുതായി ചേർത്തിട്ടുള്ളത്. എന്തായാലും ശക്തമായ നടപടി ഇത്തരം BLOമാർക്കെതിരെ ഇത്തരം വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് BLOയെ കയ്യേറ്റം ചെയ്ത കേസിലാണ് CPM ലോക്കൽ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്തേക്ക് പോകാൻ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ MES ചെയർമാൻ ഫസൽ ഗഫൂറിനെ തടഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഫസൽ ഗഫൂറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. വിദേശയാത്ര ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ഇദ്ദേഹം അറിയിച്ചിരുന്നു. വിദേശയാത്രക്കായി വിമാനത്താവളത്തിലെത്തിയപ്പോൾ നോട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് യാത്ര തടഞ്ഞെന്നാണ് ഫസൽ ഗഫൂറിന്റെ വിശദീകരണം. CV അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി. അനുമോദ്, ഈ ട്രസ്റ്റുമായി MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടെ ED പറയുന്നത് ഫസൽ ഗഫൂറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എന്നാണ്. ഇപ്പോൾ ഫസൽ ഗഫൂർ EDയുടെ കസ്റ്റഡിയിലാണോ? എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടി? ടോം, ഫസൽ ഗഫൂർ ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലല്ല. അദ്ദേഹത്തെ രാവിലെ തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരുന്നത്. അദ്ദേഹം കൊച്ചിയിലാണ് ഇപ്പോഴുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. അദ്ദേഹം അടക്കമുള്ള ഒരു ട്രസ്റ്റ്, ഫെയർ ഡീൽ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു. കോഴിക്കോട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ പണം സ്വരൂപിച്ചിരുന്നു. അങ്ങനെ പണം സ്വരൂപിച്ചെങ്കിലും 5 ഏക്കർ ഭൂമി ഇതിനുവേണ്ടി വാങ്ങിച്ചിരുന്നെങ്കിലും ആ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി യാഥാർത്ഥ്യമായില്ല. പക്ഷേ അതിൽ പണം മുടക്കിയ 2 പേർ അവർ ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകി. പക്ഷേ അവരുടെ പരാതിയിൽ പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് അവർ ഹൈക്കോടതിക്കും ഒപ്പം EDക്കും പരാതി നൽകി. അങ്ങനെയാണ് ഈ ഒരു കേസ് EDയുടെ അന്വേഷണം വരുന്നത്. MES ട്രസ്റ്റിൻ്റെ പണം ഇതിലേക്ക് മാറ്റിയെന്ന ഒരു ആരോപണം MESലെ ചില ഭാരവാഹികൾ മുൻപ് ഫസൽ ഗഫൂറിനെതിരെ ഉന്നയിച്ചതും കൂടി ഇതിൽ ഒപ്പം ചേർത്ത് പറയണം. അങ്ങനെ ED അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി, EDയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫസൽ ഗഫൂറിനെ വിളിപ്പിച്ചിരുന്നു. ഫസൽ ഗഫൂറിനോട് പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ മുൻകൂട്ടി തീരുമാനിച്ച വിദേശയാത്ര ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. തുടർന്ന് ED അദ്ദേഹത്തിന് ട്രാവൽ ബാൻ ഏർപ്പെടുത്തിയിരുന്നു.
യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഓഫീസ് പറയുന്നത് അത്തരത്തിലൊരു യാത്രാ വിലക്കുള്ളതായിട്ട് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ്. അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് പോകുവാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ യാത്രയിൽ നിന്ന് ED സംഘം വിലക്കുകയും അദ്ദേഹത്തെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാണെങ്കിൽ അദ്ദേഹത്തെ വിട്ടയച്ചിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഹാജരാകേണ്ടി വരുമെന്നും അപ്പോൾ കൂടുതൽ വിശദമായ രേഖകളും മറ്റും നൽകേണ്ടി വരുമെന്നും ED അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. വിദേശത്തേക്ക് പോകാൻ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ MES ചെയർമാൻ ഫസൽ ഗഫൂറിനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തടഞ്ഞത്. ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടെന്നായിരുന്നു വിശദീകരണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.